ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഞങ്ങൾ കേരളീയർ പൗരത്വ ഭേദഗതി നിയമത്തിൽ അടിയന്തരമായി സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം ഞങ്ങൾക്ക് അമിത്ഷയെ ഭയമുള്ളതുകൊണ്ടല്ല, നരേന്ദ്രമോദിയെ പേടിയുള്ളതുകൊണ്ടല്ല, യോഗി ആദിത്യനാഥിനെ കണ്ട് പേടിക്കുന്നവരുമല്ല കേരളത്തിലെ മതേതര സമൂഹം. പൗരത്വ ഭേദഗതി നിയമം അങ്ങനെയൊന്നും കേരളത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവരാൻ അമിത്ഷയ്ക്കും യോഗിക്കും മോദിക്കും സാധിക്കുകയില്ല എന്നുള്ളത് കേരളീയരെക്കാൾ കൂടുതൽ BJPക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അക്കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടത്? അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെ ഓർത്തുകൊണ്ടാണ്, അവർ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞ ഒരു കാര്യമുണ്ട്. വളരെയധികം ചിന്തിക്കപ്പെടേണ്ട ഒരു വസ്തുതയായിരുന്നു ചീഫ് ജസ്റ്റിസ്. പക്ഷേ അദ്ദേഹം അതിനെ മുഖവിലക്ക് പോലും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഭിഷേക് മനു സിംഗ്വി പറഞ്ഞ കാര്യം ഇതാണ്: യോഗിയുടെ UPയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനി അവസാന പടിയിലേക്ക് കടക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഉടൻ തന്നെ സ്റ്റേ ആവശ്യമാണ് എന്നുള്ളതാണ് അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ തുറന്നു പറഞ്ഞത്. പക്ഷേ ആ കാര്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ മുഖവിലക്ക് പോലും എടുത്തില്ല. അതിൻ്റെ തിക്തഫലം ഇപ്പോഴിതാ അനുഭവിക്കാൻ പോവുകയാണ് UPയിലെ മുസ്ലിങ്ങൾ. യോഗി ആദിത്യനാഥ് പണി തുടങ്ങിയിരിക്കുന്നു. 32,000 പേർക്ക് പൗരത്വം നൽകാനുള്ള സാധ്യത പട്ടികയിൽ 32,000 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 40 ലക്ഷം പേരുടെ പട്ടിക യോഗി ആദിത്യനാഥ് തയ്യാറാക്കിയിരിക്കുന്നു. അതായത് പൗരത്വം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പട്ടിക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളോട് ഒരു തരത്തിലും ദാക്ഷിണ്യം കാണിക്കുകയില്ല. അവരെ എങ്ങനെയൊക്കെ കുടുക്കാൻ പറ്റുമോ അതൊക്കെ UPയിൽ യോഗി ചെയ്യുമെന്നുള്ളത് അനുഭവപൂർണമായിട്ടുള്ള വസ്തുതകളെ മുന്നിൽ നിർത്തി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിനാൽ തന്നെ അടിയന്തര സ്റ്റേ ഈ വിഷയത്തിൽ ആവശ്യമായിരുന്നു. യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് 4 ആഴ്ചയാണ് കൊടുത്തിരിക്കുന്ന സമയം. 5 ആഴ്ചയാകും സുപ്രീം കോടതി ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ. അപ്പോൾ അവർക്ക് മുന്നിൽ 5 ആഴ്ച സമയമുണ്ട്. ആ 5 ആഴ്ചക്കകത്ത് മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഉദ്യോഗസ്ഥർക്ക്, അതായത് അവസാന പടി വരെ എല്ലാം ചെയ്തു വെച്ചോളൂ എന്നുള്ള നിർദ്ദേശം യോഗി ആദിത്യനാഥ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടുള്ള ദോഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗരന്മാർക്കിടയിൽ ഒരു തരംതിരിവ് യോഗി ആദിത്യനാഥ് ഉണ്ടാക്കും. അങ്ങനെ പൗരത്വം നൽകേണ്ടവരുടെ സാധ്യത പട്ടിക തയ്യാറാക്കിയിട്ട് നൽകാത്തവരുടെ പട്ടിക പുറത്തു വിട്ടുകൊണ്ട് അവരുടെ വോട്ടവകാശം പോലും നിഷേധിക്കാൻ യോഗി മുന്നോട്ട് വരും എന്നുള്ളതാണ് അഭിഭാഷകരുടെ ഒരു നീണ്ട നിര തന്നെ ഇപ്പോൾ പരസ്യമായി തുറന്നു പറയുന്നുള്ളത്. കാരണം പല ആളുകളും വ്യക്തിപരമായി അവരുടെ അഭിപ്രായം പറയുമ്പോൾ എടുത്തു പറയുന്നത് യോഗിയെക്കുറിച്ച് തന്നെയാണ്. കാരണം യോഗി എന്തും ചെയ്തേക്കാം എന്നുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. എന്തിനു പറയണം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പൗരത്വ ഭേദഗതി നിയമത്തിലെ ആദ്യ തീരുമാനം വന്നതിന് ശേഷം യോഗി കാൺപൂരിൽ പറഞ്ഞത് എന്താണ്? ആസാദി എന്ന് എൻ്റെ സംസ്ഥാനത്തെ ഒരു പൗരനും വിളിച്ചു പോകരുത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യദ്രോഹിയാക്കപ്പെടും, നിങ്ങളെ ഞാൻ രാജ്യദ്രോഹിയാക്കും എന്നാണ് യോഗി ആദിത്യനാഥ് പരസ്യമായി വിളിച്ചു പറഞ്ഞത്. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വിരുദ്ധതയാണ്, ഭരണഘടനയുടെ ഒരു പച്ചയായ വിരുദ്ധതയാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UPയിലെ ഹിന്ദുത്വവാദി മുഖ്യമന്ത്രി അദ്ദേഹം പണി തുടങ്ങിയിരിക്കുന്നു. സ്റ്റേ കിട്ടാത്തതിൻ്റെ ദുരുപയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നു. 4 ആഴ്ചക്കകം UPയിൽ അവസാന പടി യോഗി ആദിത്യനാഥ് കടക്കും. UP മുസ്ലിങ്ങളുടെ അവസ്ഥ അതീവ ഗുരുതരമായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
നമസ്കാരം.